നിങ്ങളുടെ സ്കൂളിലെ അഡ്മിഷൻസ് കൂട്ടണോ? അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ സിംപിളായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത്, അതായത് ഈ ഡിജിറ്റൽ യുഗത്തിൽ, പുതിയ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ സ്കൂളിനെ ഓൺലൈനിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷേ ഇല്ലായിരിക്കാം. ഇതൊരു വലിയ പ്രശ്നം പോലെ തോന്നാമെങ്കിലും പേടിക്കേണ്ട, ഇതിനൊരു അടിപൊളി പരിഹാരമുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ രക്ഷിതാക്കളുടെ രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ 2026ലേക്ക് വരുമ്പോൾ കുടുംബങ്ങൾ ഒരു സ്കൂളിനെപ്പറ്റി എവിടെയാണ് കൂടുതലായി അന്വേഷിക്കുന്നത്? പണ്ടത്തെ രീതിയും ഇന്നത്തെ രീതിയും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഓർമ്മയില്ലേ? പണ്ടൊക്കെ നമ്മൾ ഫ്ലയർ അടിക്കും, വലിയ ബോർഡുകൾ വയ്ക്കും, എന്നിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വരുമെന്ന് കരുതി കാത്തിരിക്കും. പക്ഷേ ഇന്ന് കഥ മാറി. ഇപ്പോഴത്തെ പാരൻസ് നേരെ പോകുന്നത് ഗൂഗിളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമാണ്. അവർക്ക് വേണ്ട വിവരങ്ങളെല്ലാം അപ്പം തന്നെ കിട്ടണം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2026 രക്ഷിതാക്കൾ ഒരു സ്കൂളിനെക്കുറിച്ച് അറിയാൻ ആദ്യം നോക്കുന്നത് അവരുടെ വീട്ടിലെ ലെറ്റർ ബോക്സിലല്ല, മറിച്ച് കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലാണ്. ഈയൊരു മാറ്റം നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി ജയിച്ചു. ശരി, അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? വളരെ സിമ്പിളാണ്. ഗൂഗിളിൽ നിങ്ങളുടെ സ്കൂളിനെ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയണം. ഗൂഗിൾ സെർച്ചിന്റെ ആദ്യത്തെ പേജിൽ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്താണെന്നറിയോ? രക്ഷിതാക്കൾ എപ്പോഴാണോ എന്റെ അടുത്തുള്ള നല്ല സ്കൂളുകൾ എന്ന് ഗൂഗിളിൽ തിരയുന്നത്, ആ നിമിഷം തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് അവരുടെ മുന്നിലെത്തിക്കാൻ പറ്റും. അതായത് ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് നമ്മളെത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഗൂഗിളിൽ നിങ്ങളുടെ സ്കൂളിനെ പെട്ടെന്ന് തന്നെ മുകളിലെത്തിക്കാൻ സഹായിക്കുന്ന വെറും 5 സ്റ്റെപ്പുകൾ. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. ശരിയായ കീവേഡുകൾ കണ്ടെത്തുക. 2. ഉപകാരപ്രദമായ കണ്ടന്റ് എഴുതുക. 3. നിങ്ങളുടെ ക്യാമ്പസിലെ യഥാർത്ഥ നിമിഷങ്ങൾ ഷെയർ ചെയ്യുക. 4. ലിങ്കുകൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക. അവസാനത്തേത്, ചിത്രങ്ങൾക്ക് ഓൾട്ട് ടെക്സ്റ്റ് നൽകുക. പേടിക്കേണ്ട, നമുക്ക് ഓരോന്നും വിശദമായി തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പടി ശരിയായ കീവേഡുകൾ തിരഞ്ഞെടുക്കുക. ഇതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. സിംപിളായി പറഞ്ഞാൽ, രക്ഷിതാക്കൾ ഗൂഗിളിൽ എന്താണോ തിരയുന്നത് ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ നമ്മളൊരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കും. അതായത്, സ്കൂൾ എന്ന ഒറ്റ വാക്കിന് പകരം ആളുകൾ കൂടുതൽ വ്യക്തമായി തിരയും. ഉദാഹരണത്തിന്, ആർട്സ് പ്രോഗ്രാമുള്ള ഏറ്റവും നല്ല പ്രൈവറ്റ് മിഡിൽ സ്കൂൾ എന്നൊക്കെ. ഇതിനെയാണ് ലോങ് ടെയിൽ കീവേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണമെന്താന്ന് വെച്ചാൽ, ഇത്തരം നീണ്ട കീവേഡുകൾക്ക് മത്സരം കുറവായിരിക്കും. അതുകൊണ്ട് ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ആളുകൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എഴുതുക. കാരണം ഗൂഗിൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആളുകളെ സഹായിക്കുന്ന നല്ല കണ്ടന്റിനാണ്. എങ്ങനെയാണ് നല്ല കണ്ടന്റ് ഉണ്ടാക്കുക? വളരെ എളുപ്പമാണ്. രക്ഷിതാക്കളുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, അവർക്ക് പ്രയോജനപ്പെടുന്ന ടിപ്പുകൾ നൽകുക, പിന്നെ വലിയ കട്ടിയുള്ള വാക്കുകൾ ഒഴിവാക്കി ലളിതമായി കാര്യങ്ങൾ പറയുക. ചെറിയ പാരഗ്രാഫുകളായി എഴുതുന്നത് വായിക്കുന്നവർക്ക് എളുപ്പമാക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്കൂളിലെ യഥാർത്ഥ ജീവിതം ആളുകളുമായി പങ്കുവയ്ക്കുക എന്നതാണ്. വെറും പരസ്യം പോലെ തോന്നാതെ ഒരു ആത്മാർത്ഥതയും വിശ്വാസവുമൊക്കെ വളർത്തിയെടുക്കാൻ ഇതൊരുപാട് സഹായിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആളുകൾക്ക് കണക്ട് ചെയ്യാൻ ഇഷ്ടം മനുഷ്യരുമായിട്ടാണ്, റോബോട്ടുകളോടല്ല. അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റിലുമൊക്കെ സ്കൂളിലെ പരിപാടികളുടെയും കുട്ടികളുടെ വിജയങ്ങളുടെയുമൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഇടുക. ഇത് കാണുമ്പോൾ ആളുകൾക്കൊരു അടുപ്പം തോന്നും. 4ാമത്തെ സ്റ്റെപ്പ്, ലിങ്കുകൾ തന്ത്രപരമായി ഉപയോഗിക്കുക. ലിങ്കുകൾ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വിശ്വാസ്യത കൂട്ടാനും നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാനും സഹായിക്കും. പ്രധാനമായും 2 തരം ലിങ്കുകളുണ്ട്. ഒന്ന്, ഇന്റേണൽ ലിങ്കുകൾ, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലെ തന്നെ മറ്റു പേജുകളിലേക്ക് കൊടുക്കുന്നത്. ഇത് ആളുകളെ കൂടുതൽ നേരം നിങ്ങളുടെ സൈറ്റ് തന്നെ നിർത്തും. രണ്ടാമത്തേത് എക്സ്റ്റേണൽ ലിങ്കുകൾ. ഇത് പുറത്തുള്ള നല്ല വെബ്സൈറ്റുകളിലേക്ക് നൽകുന്നതാണ്. ഇത് നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു ആധികാരികത നൽകും. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെയും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ 5ാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ നല്ല ചിത്രങ്ങൾ ചേർക്കുക, ഒപ്പം അവയ്ക്ക് ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ചിത്രങ്ങൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഓൾട്ട് ടെക്സ്റ്റ് ആകട്ടെ ആ ചിത്രം എന്തിനെക്കുറിച്ചാണെന്ന് ഗൂഗിളിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പുതിയ രീതി കൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പണ്ടത്തെ പരസ്യ രീതികളെക്കാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് കൂടുതൽ മികച്ചതും ഫലപ്രദവുമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ചെലവ് വളരെ കുറവാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എന്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി അളക്കാൻ പറ്റും. എന്നാൽ പഴയ രീതിയിലുള്ള മാർക്കറ്റിംഗിന് ചെലവ് കൂടുതലാണ്. എത്ര പേർ കണ്ടു, എത്ര ഗുണമുണ്ടായി എന്നൊന്നും അറിയാനും പറ്റില്ല. ഏറ്റവും വലിയ കാര്യം, താൽപ്പര്യമുള്ള കുടുംബങ്ങളിലേക്ക് മാത്രം നമ്മുടെ പരസ്യം എത്തിക്കാൻ പറ്റുന്നു എന്നതാണ്.
ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് ഈ ഡേറ്റയാണ്. ഏത് പോസ്റ്റിനാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്നും അത് കണ്ടിട്ട് എത്ര പേർ അഡ്മിഷൻ ഫോം പൂരിപ്പിച്ചു എന്നും വരെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇതനുസരിച്ച് നമ്മുടെ വഴികൾ മാറ്റാനും മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്നും ഒരു മാജിക് അല്ല. ഇത് വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ്, ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളുടെ സ്കൂളിനെ സ്ഥിരമായ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു വഴി. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഗൂഗിളിൽ മുകളിൽ വരുന്ന പോസ്റ്റുകൾ എഴുതുന്നത് ഒരു ഇന്ദ്രജാലമല്ല, അതൊരു തന്ത്രമാണ്. അതായത് കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ ആർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്കൂളിന് വേണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ തന്ത്രപരമായ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ.